അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലെ എല്ലാ വീഡിയോസും കാണുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സന്തോഷവും തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മജ്ലിസൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. നേറുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറ്റി സന്തോഷമുള്ളൊരു ജീവിതം അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കൊക്കെ ആഗ്രഹമുള്ളൊരു വിഷയമാണ്. പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും സിഹറിൽ നിന്നും നമ്മുടെ ശരീരവും നമ്മുടെ വീടും അതിൽ നിന്നും രക്ഷപ്പെടണം. ചില ആളുകൾ പറയും, ഉസ്താദെ ഇനി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അമലുകളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒഴിവാക്കുന്ന സമയത്തൊക്കെ ചില ആളുകൾ പറയും, ഉസ്താദെ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു, ഇനി ഇത് ഞങ്ങൾക്ക് വരാൻ പാടില്ല കേട്ടോ, ഇനി ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഇത് വരാൻ പാടില്ല, ഇനി ഇത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല എന്ന് ചില ആളുകൾ പറയും. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വീടും പരിസരവും നിങ്ങളുടെ ശരീരവും നിങ്ങൾക്ക് തന്നെ കെട്ടിയിടാം. പിശാചിൻ്റെ ഉപദ്രവത്തെ തൊട്ട് നിങ്ങൾക്ക് കാവൽ ലഭിക്കാൻ പറ്റുന്ന നല്ല ഒരു മുജറബായ അമല് ഞാൻ പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഇതൊന്നും ആരും വെറുതെ പറഞ്ഞു തരാത്ത സംഭവങ്ങളാണ്. ആരും ഇതൊന്നും വെറുതെ പറഞ്ഞു തരൂല. അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ പവിത്രത മനസ്സിലാക്കി നല്ല മനസ്സോടുകൂടി വൃത്തിയോടുകൂടി നിങ്ങൾ ചെയ്യുന്ന സമയം നമ്മുടെ ചാനലിലൂടെ സഹായിക്കുന്ന രോഗികൾക്ക് നല്ല ഒരു സ്വതക്കയൊക്കെ തരിക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീടൊന്ന് നമ്മൾ കെട്ടി നിർത്താൻ പോകാം. കെട്ടി നിർത്തുന്നത് എങ്ങനെ കെട്ടി നിർത്താം? മതിൽ കെട്ടി നിർത്തുന്നതല്ല ഞാൻ പറയണത്. നമ്മുടെ വീടും പരിസരവും പിശാചിൻ്റെ ഉപദ്രവം. പിശാച് എന്ന് പറയുന്നത് എല്ലാ വിഭാഗം പിശാചും അതിൽ പെടും. ജിന്ന് പെടും, ഫിരീത്ത് പെടും, റൂഹാനി പെടും, ഷെയ്ത്താൻ പെടും, ഏത് നീചമൂർത്തികളും പെടും. കുട്ടി എന്തോ ആയിക്കോട്ടെ, പേരെടുത്ത് നമ്മൾ എന്തൊക്കെ പേരെടുത്ത് വിശേഷിപ്പിച്ച് വിളിക്കുന്ന ഷെയ്ത്താനാണെങ്കിലും അതൊക്കെ ഇതിൽ ഉൾപ്പെടും. വീടിൻ്റെ പരിസരത്തിലൂടെ പോകുന്ന പോക്കായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാനും നമ്മൾ ഉപദ്രവിക്കാതിരിക്കാനും ഒരു പരിധിവരെ നമുക്കതിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇടിവെട്ട് അമലാണ് ഞാൻ പറയാൻ പോകുന്നത്. ചെയ്യാൻ നിങ്ങൾ റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എത്ര അമലുകൾ പറഞ്ഞു കൊടുത്താലും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും സംശയമായിട്ട് ചോദിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. വീഡിയോസ് മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സംശയം ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഇട്ടോളൂ, മറുപടി ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയും. ഇൻഷാ അല്ലാഹ് നമ്മൾ അമലിലേക്ക് കടക്കാം. ചെയ്യാനുള്ളത്, നിങ്ങൾ 4 വെള്ള A4 പേപ്പർ എടുക്കുക. 4 വെള്ള A4 പേപ്പർ എടുത്തിട്ട് അതിലെന്താണ് എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ എഴുതിയിട്ടും അതിൻ്റെ പുറത്ത് ഫോട്ടോയും കാണിച്ചു തരാം. ഞാൻ എഴുതുന്ന വീഡിയോസ് നിങ്ങൾ കാണിച്ചു തന്നാലും നിങ്ങൾ പറയും, ഉസ്താദെ ക്ലിയർ ആകുന്നില്ല, മനസ്സിലാകുന്നില്ല എന്ന് പറയും. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ എഴുതിയതിന് ശേഷം അതൊരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോയിൽ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചെയ്യാനുള്ളത് 4 A4 എടുത്തിട്ട് യാ ഹഫീളു യാ അല്ലാ എന്നുള്ള ഇസ്മിൻ്റെ കളമാണ് അതിൽ അടക്കാനുള്ളത്. അതെങ്ങനെ അടക്കാം, ഏത് രീതിയിൽ എഴുതാം എന്നുള്ളത് ഞാൻ എഴുതി കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ യാ ഹഫീദു യാ അല്ലാ എന്നുള്ള ഇസ്മിൻ്റെ ആ കളം നമ്മൾ അടക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? ആ പേപ്പർ നമ്മൾ മടക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇതുപോലത്തെ ഒരു പേപ്പറിൽ നമ്മൾ ഹഫീദിന് കളം എഴുതി മടക്കുക. അപ്പോൾ മടക്കുമ്പോൾ ഇത് എഴുതിയിട്ടില്ല, ഞാൻ വേറെ എഴുതിയത് ഇതിൽ കാണിക്കും. നമ്മൾ എഴുതിയ പേപ്പർ നമ്മൾ ഇങ്ങനെ മടക്കുന്നു. നമ്മൾ ഇതുപോലെ മടക്കുന്നു. ഇതുപോലെ നമ്മൾ എഴുതിയ പേപ്പർ മടക്കിയതിന് ശേഷം ഈ പേപ്പറിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ നമ്മൾ ചുറ്റണം. കാരണം ഇതിൽ വെള്ളം തട്ടാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായോ? നമ്മളിത് എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ നമ്മൾ പൊതിയുന്നു. പേപ്പറിൽ പൊതിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു?
ഇതിന് മുകളിലൂടെ ഒരു പ്ലാസ്റ്റർ ചുറ്റുക. നമ്മൾ ഒട്ടിക്കുന്ന പ്ലാസ്റ്ററില്ലേ, നന്നായിട്ട് ചുറ്റുക. എഴുതി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ചുറ്റി ഇതിലേക്കൊരു തുള്ളി വെള്ളം കടക്കാത്ത രീതിയിൽ നല്ല സെറ്റാക്കി നിർത്തുക. ഇങ്ങനത്തെ 4 എണ്ണമാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ല? 4 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാക്കാനുണ്ട്. ഒരു വെള്ളം നമുക്ക് ഉണ്ടാക്കാനുണ്ട്. എന്താണ് ആ വെള്ളം എന്നറിയോ? ഒരു കുപ്പി എടുക്കുക. കുപ്പി ഇവിടെ ഉണ്ടോ? ഒരു കുപ്പി എടുക്കുക. ആ കുപ്പിയിലേക്ക് അല്പം കരിഞ്ജീരകം, അതുപോലെ തന്നെ അല്പം കടുക്, കരിഞ്ജീരകം, കടുക്, അതിൻ്റെ കൂടെ തന്നെ കുരുതിയാക്കിയ വെള്ളം. എന്താണ് ഈ കുരുതിയാക്കിയ വെള്ളം? പല ആളുകൾക്കും എന്താണ് കുരുതി എന്നറിയില്ല. വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കൂടെ വെള്ളം കൂട്ടി കലക്കുന്നതിനാണ് കുരുതി എന്ന് പറയുന്നത്. അതിലൊരുപാട് രഹസ്യങ്ങളുണ്ട്, നമുക്ക് പിന്നെ പറയാം. നിങ്ങളിപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ഈ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കൂടി കലക്കിയ ഈ വെള്ളത്തിന് കുരുതി എന്ന് പറയും. ഈ വെള്ളം എന്ത് ചെയ്യണം? ഈ വെള്ളം ഈ കുപ്പിയിലേക്ക് ഒഴിക്കണം. കരിഞ്ജീരകം, കടുക്, കുരുതി ഇതെല്ലാം കൂടി കുപ്പിയിൽ ഒഴിച്ചതിന് ശേഷം ഈ കുപ്പിയിലേക്ക് ഈ നറുക്ക് ഇടുക. ചെറിയ കുപ്പി എടുത്താൽ മതി, കാരണം നമുക്കിത് കൊണ്ട് വേറൊരു ആവശ്യമുണ്ട്. അപ്പോൾ ചെറിയ കുപ്പി മതി. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കലക്കി വെച്ച ഈ വെള്ളത്തിലേക്ക്, കടുകും കരിഞ്ജീരകവും ഇട്ട വെള്ളത്തിലേക്ക് ഈ നറുക്ക് നമ്മൾ ഇടുന്നു. ഇട്ടതിന് ശേഷം 4 കുപ്പി നമ്മൾ ഇതുപോലെ റെഡിയാക്കണം. ഒരു കുപ്പി നമ്മൾ റെഡിയാക്കുന്ന കഥ ഞാൻ പറഞ്ഞു. ഇതുപോലെ സെയിം റിപ്പീറ്റ് 4 കുപ്പി നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി വെക്കുക. എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്കൊക്കെ ഖുർആനോദി മന്ത്രിക്കാനുണ്ട്. എന്താണ് നിങ്ങൾ ഓതേണ്ടതെന്ന് അറിയോ? നമ്മുടെ ഖലീഫമാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതൊക്കെയാണ് നമ്മളെ ഖലീഫമാര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ 4 ഖലീഫമാരുടെ പേരിൽ 4 യാസീൻ ഓതേണ്ടതുണ്ട്. ഒരു കുപ്പിയിലേക്ക് ഒരു യാസീന്, മറ്റേ കുപ്പിയിലേക്ക് വേറൊരു യാസീന്. അങ്ങനെ 4 ഖലീഫമാരുടെ പേരിലും ഓരോ യാസീൻ ഓരോ കുപ്പിയിൽ ഓതിയതിന് ശേഷം ഈ കുപ്പി എന്ത് ചെയ്യണം? നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ 4 മൂലയിലായിട്ട് ഇത് കുഴിച്ചിടണം. കുഴിച്ചിടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് പറയാം, അള്ളാഹുവേ, എൻ്റെ വീട് പിശാചിൻ്റെ വലയത്തിൽ നിന്നും കാവൽ നൽകണേ അള്ളാ. അതിന് ഞാൻ ഓതിയ ഖുർആനിൻ്റെ ഓരോ അറഫുകളും എനിക്ക് അതിന് സാക്ഷിയാക്കി തരണേ അള്ളാ. 4 ഖലീഫമാർ അള്ളാഹുവെ, അവരുടെ കാവൽ കൊണ്ട് എൻ്റെ വീട് നല്ല ഭദ്രമാക്കി തരണേ അള്ളാ. ഇനിയൊരു പിശാചിൻ്റെ ഉപദ്രവം ഈ വീട്ടിലോ പരിസരത്തോ ഉണ്ടാകാൻ പാടില്ല പടച്ചോനേ എന്ന് പറഞ്ഞു ദുആ ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യുക? നേരെ കുഴിയിലേക്ക് ഇറക്കി വെക്കുക. വീടിൻ്റെ 4 മൂലയിൽ ചെറിയ കുഴി കുഴിച്ച് അതിലേക്ക് ഇറക്കി വെക്കുക. ഓരോ മൂലയിലും വെക്കുക. ഇത് വെക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇത് ഭൂമിയിലേക്ക് അങ്ങ് വെക്കുന്നതോടുകൂടി ഒരു ബാങ്ക് വിളിക്കണം. നല്ല ഒരു ബാങ്ക് ആത്മാർത്ഥമായി വിളിക്കണം. രാത്രിയാണിത് ചെയ്യാൻ നല്ലത്. നിങ്ങൾ ചെയ്യുന്ന സമയം ബാങ്ക് വിളിക്കാൻ പറഞ്ഞത് കൊണ്ട് പതുക്കെ ബാങ്ക് വിളിക്കുക. നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നിടത്തിന് അപ്പുറത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യരുത്? ഇത്ര പെട്ടെന്ന് സുബഹി ആയോ എന്നും കരുതി ഒരു നീച്ച് വരാനും പാടില്ല. പതുക്കെ എന്ത് ചെയ്താൽ മതി? ബാങ്ക് കൊടുത്താൽ മതി. പതുക്കെ ബാങ്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഇത് ബിസ്മി ചൊല്ലാണ്ട് ഇറക്കി വെക്കുക. 4 മൂലയിൽ മണ്ണിട്ട് അങ്ങോട്ട് മൂടുക. ഇൻഷാ അള്ളാ. പിന്നെ നിങ്ങൾ പിശാചിൻ്റെ ഉപദ്രവം ആ വീട്ടിലേക്ക് കയറുമെന്ന് പേടിക്കണ്ട. കുറച്ച് കാലം നിങ്ങൾക്ക് നല്ല റാഹത്തും സന്തോഷവും കിട്ടും. ഇതിനാണ് കുരുതി എന്ന് പറയുന്നത്. കുരുതി എന്ന് പറയുന്ന വെള്ളമാണിത്. ഇത് മഞ്ഞൾ പൊടിയും ചുണ്ണാമ്പും കൂടി വെള്ളം കൂട്ടി മിക്സ് ചെയ്തതിനാണ് കുരുതി എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് ഇടാനുള്ളത് കടുകാണ്. ചെറിയ ബോട്ടിൽ എടുത്താൽ മതി, കുഴിച്ചിടാനുള്ളതായതുകൊണ്ട്. കടുക് നമ്മളിതിലേക്ക് ഇട്ടു. അതുപോലെ ഇനി നമുക്ക് കരിഞ്ജീരകം വേണം.
നമുക്ക് കരിഞ്ജീരകം ഇടാം. നമുക്ക് നറുക്കിടാം. ഇത് നന്നായി പ്ലാസ്റ്റിക് കവർ പാക്ക് ചെയ്ത് ഇട്ട് വേണം ഇടാൻ. ഈ നനവ് ഇതിലേക്ക് കയറാൻ നന്നായിട്ട് ചുറ്റിയിട്ട് വേണം ഇടാൻ. ഇതിനാണ് കുരുതി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്, 4 എണ്ണം. അപ്പം ഈ സാധനം ഇതിനൊരു സമയമുണ്ട്, ആ സമയം വരെ നിങ്ങൾക്ക് അതിന് ഫലം കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് വെക്കുക. ഇത് ഇവിടെ തകിടൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് തകിടൊന്നും വെച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പേപ്പറിൽ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഫലം തരട്ടെ. നമുക്ക് പിശാചിൻ്റെ ഉപദ്രവത്തെ തൊട്ട് നമ്മളെ വീടും പരിസരവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ ഇതങ്ങ് ചെയ്തു വെച്ചതിന് ശേഷം യാ ഹഫീളു യാ അല്ലാഹ് എന്നുള്ള ദിക്ർ ധാരാളമായിട്ട് ചൊല്ലുക. ആ വീട്ടിൽ നിങ്ങൾ എത്ര കണ്ട് യാ ഹഫീളു യാ അല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലുന്നോ അത്ര കണ്ട് ആ കുഴിച്ചിട്ട സാധനത്തിലേക്ക് അങ്ങനെ കറണ്ട് പാസ് ചെയ്യും. അതിങ്ങനെ അതിന് പവർ കൂടും. നിങ്ങൾ എത്ര കണ്ട് യാ ഹഫീളു യാ അല്ലാഹ് എന്ന് ചൊല്ലുന്നു അത്രയും കണ്ടതിലേക്ക് അങ്ങനെ നല്ല പവർ ഇങ്ങനെ ചെല്ലും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു വെച്ചതിന് ശേഷം യാ ഹഫീളു യാ അല്ലാഹ് എന്നുള്ള ദിക്ർ ധാരാളമായിട്ട് ചൊല്ലുക. ഇത്ര വട്ടം ചൊല്ലുക എന്ന് ഞാൻ പറഞ്ഞില്ല, ദിവസം ഒരുപാട് തവണ ചൊല്ലുക. 1000 വട്ടം ചെല്ലാൻ പറ്റുമോ അത്രയും നല്ലത്. 313 വട്ടം ചെല്ലാൻ പറ്റുമോ നല്ലത്. ഇനി ഒന്നും പറ്റില്ല, 101 വട്ടേ പറ്റുള്ളൂ, കുഴപ്പമില്ല. മുടക്കാതെ ദിവസം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലം തരട്ടെ ഇൻഷാ അല്ലാഹ്. പിശാചിൻ്റെ വലയത്തെ തൊട്ട് നമ്മളെ വീടിനെയും പരിസരത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെയാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഇതിനടിയിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ ഈ ഫോട്ടോയിൽ കാണിക്കും. ഈ ഫോട്ടോയിൽ എങ്ങനെയാണോ ഞാൻ എഴുതിയിട്ടുള്ളത് അതുപോലെ എഴുതുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.